ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലൊരു പുതിയ ന്യൂസ് വന്നേക്കാണ്. 5 വൈൽഡ് കാർഡ് എൻട്രി വന്നേക്കാണ്. അപ്പം അതൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ പ്രൊമോ വീഡിയോയിൽ കാണിച്ചായിരുന്നു ആര്യൻ്റെ ഫ്രണ്ട് വരുന്നു. അപ്പോഴൊക്കെ നമുക്കൊക്കെ ടെൻഷനാണ്, ആരാണ് ഈ വരാൻ പോകുന്നത്, ഇവരെല്ലാം വന്നിട്ട് എന്ത് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമോ, അതോ വേറെ മീൻസ് ഈ ഗ്രൂപ്പിനെയൊക്കെ പൊളിക്കാനാണോ വരുന്നത്, ഇനി പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യാനാണോ വരുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും 5 വൈൽഡ് കാർഡ് എൻട്രീസ് അകത്ത് കയറിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നത് ജിഷിനാണ്. ഈ ജിഷിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസിനെയാണ് ബിഗ് ബോസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വിചാരിക്കും ഷാനവാസും ജിഷിനുമായിട്ട് ഫ്രണ്ട്സ് ആണോ, ഇനി അവർ തമ്മിൽ പുതിയൊരു കൂട്ടുകെട്ട് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് തിങ്ക് ചെയ്യും. 24/7 കാണുന്നവർക്ക് അത് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മുടെ മസ്താനി, നമ്മുടെ ആങ്കർ ആയിട്ടുള്ള മസ്താനിയാണ് വന്നേക്കുന്നത്. അത് ഇൻവൈറ്റ് ചെയ്യാൻ പോയത് റെന ഫാത്തിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ തിക്ക് ഫ്രണ്ട്സ് ആണ്. നമ്മുടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ ഉള്ളിൽ വന്ന ഒരു ഇതെന്ന് വെച്ചാൽ പുറത്തുള്ള കാര്യങ്ങൾ വന്ന് പറയാൻ വേണ്ടിയിട്ട് റെനേനെ പുറത്തുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് വലിയൊരു ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് റെന ഫാത്തിമ. അപ്പം അതിനെ പൊളിക്കാനും അവളൊരു നല്ലൊരു വ്യക്തിയായിട്ട് ചമയിക്കാനും വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് വന്നതാണോ മസ്താനി എന്ന് വരെ നമ്മൾ ചിന്തിക്കാതിരുന്നിട്ടില്ല. ആ ഒരു വരവും ആ ഒരു ടോക്കൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വന്നത് പ്രവീണാണ്. പ്രവീണിനെ ഇൻവൈറ്റ് ചെയ്തത് അനീഷാണ്. അത് കഴിഞ്ഞ് വന്നത് ആകാശ് സാബു ആണ്. ആകാശ് സാബുവിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യനെയാണ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതും നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പം ആര്യൻ്റെ പുറത്തുള്ള ഹേറ്റേഴ്സിന്റെ കാര്യങ്ങളും പുതിയൊരു കൂട്ടുകെട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ഭയങ്കര ഡൗട്ട് തോന്നാറുണ്ട്. അത് കഴിഞ്ഞ് വന്നത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പൊ ഇതാണ് ഈ 5 ആൾക്കാർ കയറിയപ്പോ സത്യം പറഞ്ഞ ബിഗ് ബോസിന്റെ ഓരോരോ 7ന്റെ പണികൾ ഇങ്ങനെ തന്ത്രപൂർവമായിട്ട് ബിഗ് ബോസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോ എല്ലാ ഗ്രൂപ്പുകൾക്കും ഇട്ടുള്ള ഒരു പണിയാണ്. 7ന്റെ പണി വരാൻ വേണ്ടിയിട്ടാണ് ഈ 5 ആൾക്കാരെയും ബിഗ് ബോസ് കൊണ്ടുവന്നേക്കുന്നതെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. നിങ്ങളുടെ മനസ്സിൽ എന്താണ് അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റാ.